എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നമുക്കിന്ന് ബിരിയാണിയുടെ ഒക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി കാണാം. മലബാർ സൈഡിലൊക്കെ ബിരിയാണിയുടെ കൂടെ വിളമ്പുന്ന കല്യാണപ്പുരയിൽ അച്ചാർ എന്ന് വിളിക്കുന്ന ബീട്രൂട്ട് ക്യാരറ്റ് ഡേറ്റ്സ് പിക്കിളാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ടും പിന്നെ അല്ലാതെ നമ്മൾ കുറേ നാൾ വെച്ച് യൂസ് ചെയ്യുന്ന രീതിയിലും. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 25 ഡേറ്റ്സ് ഈന്തപ്പഴം കുരി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമുക്ക് ചൂടുവെള്ളം ഈ ഈന്തപ്പഴത്തിൻ്റെ നെകയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ചു വെച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഞാനിന്നിപ്പോൾ ഇതിൽ ബീട്രൂട്ടും ക്യാരറ്റും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് മാത്രം ചേർത്താലും മതി. ഞാൻ 2 ചെറിയ ബീട്രൂട്ടും ഒരു ചെറിയ ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. വലിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാകും. ചെറിയ 2 ബീട്രൂട്ടാണ്. മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താലും മതിയാകും. ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിൽ വെച്ചിട്ടാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് കറിവേപ്പില വേണം, 3 പച്ചമുളക് വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 15-20 അല്ലി വെളുത്തുള്ളിയും വേണം. ഇഞ്ചി ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇഞ്ചി ഒരുപാടാകരുത്. നമ്മളിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വട്ടത്തിൽ, കനം കുറച്ച്. ഈ സമയം കൊണ്ട് നമ്മുടെ ഈന്തപ്പഴം എല്ലാം ഇവിടെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം തന്നെ കുറേശ്ശെ ചേർത്തിട്ടാണ് നമ്മൾ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കുന്നത്. ആദ്യം തന്നെ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം ആ കുതിർത്ത് വെച്ചിരുന്ന വെള്ളം തന്നെ ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൊരു ജോലി, ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. ഇനി അച്ചാർ ഇടാനായിട്ട് നമുക്കൊരു കടായിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഈ അച്ചാർ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടാറുണ്ട്. ഞാനിന്നിപ്പോൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് ആ ഒരു പച്ചമണമൊക്കെ മാറി ജസ്റ്റ് കളറൊക്കെ ഒരു ഗോൾഡൻ കളറിലേക്കായി തുടങ്ങുന്നവരെ വരെ നമ്മളിത് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒത്തിരിയായിട്ട് തോന്നുമെങ്കിൽ ഇത് വഴണ്ടി വരുമ്പം കുറേ സൈസൊക്കെ അങ്ങ് കുറയും. ഉപ്പും ചേർത്തിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2.5 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികളുടെ ഒരു പച്ചമണം മാറുന്നിട വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1-2 മിനിറ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ അച്ചാറിൽ വെള്ളം ചേർത്ത് കൊടുക്കാറില്ല. ഇത് ലൂസാക്കി എടുക്കാനായിട്ട് നമ്മളിതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് ലൂസാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് ഇനി വിനാഗിരി ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ കേട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയിട്ടും ഞാനിവിടെ 1/4 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിനീഗർ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന നമ്മുടെ ബീട്രൂട്ട് ഡേറ്റ്സ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെയോ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എത്ര നാൾ വേണേലും കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് വരുമ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ബിരിയാണിയുടെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.